بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد അന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സുദൈസ് ചർച്ച ചെയ്തതായ വിഷയം തസ്കിയത്ത് നഫ്സ് കൊണ്ടാണ് ആരംഭിച്ചത്. അതോടുകൂടി തഅമീറിനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തസ്കിയത്ത് നഫ്സ് എന്ന് പറഞ്ഞാൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ 8 പ്രാവശ്യം വശംസി വദുഹാഹ എന്ന സത്യവചനം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. അവസാനമായി ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, തീർച്ചയായിട്ടും വിജയിച്ചു മൻ സക്കാഹ, ആ നഫ്സിനെ സംസ്കരിപ്പിച്ച വ്യക്തി. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ നഫ്സിനെ പരിഷ്കരിപ്പിക്കാതെയും സംരക്ഷിക്കാതെയും സംസ്കരിക്കാതെയും അതിനെ വഞ്ചന ചെയ്ത് അതിനോട് കാട്ടേണ്ടതായ മര്യാദ കാട്ടാതെ ഇരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള ആൾക്കാർ നഷ്ടത്തിലും നാശത്തിലുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആ സത്യവചനങ്ങൾ അവസാനിപ്പിച്ചത്. അത് തന്നെ മതി നമുക്ക് തസ്കിയത്തിനുള്ളതായ പ്രാധാന്യം എത്രയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ സൂചിപ്പിക്കുന്നു. അഥവാ മനുഷ്യന്റെ ശരീരത്തെ മനുഷ്യൻ സ്വയം തന്നെ നന്നാക്കിയെടുക്കാതെ ഒരിക്കലും അവന്റെ ശരീരത്തെ അവനുദ്ദേശിച്ച രൂപത്തിൽ അള്ളാഹുവിന് കീഴ്വണക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ രസവും രുചിയും അനുഭവിക്കണമെങ്കിൽ തസ്കിയത്ത് ആദ്യമായി വിട്ടുകടക്കണം. തസ്കിയത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത് പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അനുയായികളെ വളർത്തിയെടുത്തതായ ആ തർബിയത്തിൽ കൂടി നമുക്ക് അവരെത്രമാത്രം ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക്, കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞതായ ഉലൂൽ ഹിമ്മയിലേക്ക് അവർക്ക് തസ്കിയത്തുൻ നഫ്സിലൂടെ എത്താൻ സാധിച്ചു. എന്ത് ഇസ്ലാം ആവശ്യപ്പെടുകയാണെങ്കിലും ആ ഇസ്ലാം ആവശ്യപ്പെടുന്നതായ ആവശ്യത്തെ നിറവേറ്റാൻ അത് ശരീരത്തെ ആഹൂതി ചെയ്തുകൊണ്ടാണെങ്കിലും അത് ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ഷഹീദാക്കൽ കൊണ്ടാണെങ്കിലും അവൻ അതിന് തയ്യാറാണ്. ആ രൂപത്തിലേക്കായിരുന്നു അവരുടെ നഫ്സിനെ വളർത്തിയെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചലനത്തെ, പ്രവർത്തനത്തെ, സ്വഭാവത്തെ, ഓരോ ചലനങ്ങളെയും അവരുടെ ജീവിതത്തിൽ പകർത്താൻ അവർ പാടുപെടുകയുണ്ടായി അവരുടെ തസ്കിയത്തിലൂടെ. അതെ, നമുക്ക് നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ നാം അള്ളാഹുവിന് കീഴ്പ്പെടുത്തുമ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന എന്തായിരുന്നാലും ഏത് രൂപത്തിലായിരുന്നാലും അത് സ്വീകരിക്കാനുള്ളതായ സന്മനസ്സും ചുറ്റുപാടും നമുക്ക് ഉണ്ടാവുന്നു. അത് അള്ളാഹു ഉണ്ടാക്കി തരുകയും ചെയ്യുന്നു. അത് തസ്കിയത്ത് വളരെ നീട്ടിവലിച്ച് പറയേണ്ട വിഷയമാണെങ്കിലും അല്പം സൂചന തസ്കിയത്തിലേക്ക് നൽകിയും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ തഅമീറിന് വേണ്ടി, ഈ ഭൂമിയിൽ അതിനെ പരിപാലിക്കുവാനും അതിലുള്ളതായ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതായ അള്ളാഹുവിന്റെ താഅത്തിന് ആവശ്യമുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഷിറ്റുകളായ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതയിൽപ്പെട്ട് തന്നെയാണ് അതിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അതിലുള്ളതായ ഫാക്ടറികൾ ഉണ്ടാക്കുക. അതിനാവശ്യമായി എന്തെല്ലാം വേണ്ടി വരുന്നുവോ അതെല്ലാം നല്ലതായ അനുവദിക്കപ്പെട്ടതായ കാര്യമാണെങ്കിൽ അതിനു വേണ്ടി മനക്കെടുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി എത്തിക്കുക, അതിനുവേണ്ടി നമ്മുടെ സമയം കണ്ടെത്തുകയും ചെയ്യുക. അതൊക്കെ ഇസ്ലാം അനുവദിച്ച രൂപമാണെന്ന് മാത്രമല്ല, അതിലൂടെയാണ് നമുക്ക് വിജയം കൈവരുത്താൻ സാധിക്കുക. നമുക്ക് നമസ്കരിക്കണം, നമുക്ക് നോമ്പ് പിടിക്കണം, നമുക്ക് സക്കാത്ത് കൊടുക്കണം,
നമുക്ക് ഹജ്ജ് ചെയ്യണം. അതൊക്കെ നിർബന്ധമായ ബാധ്യതയാണല്ലോ. അതെല്ലാം പുറമെ നമുക്ക് ആദ്യമായിട്ട് ആദർശം ക്ലിയർ ആക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. അങ്ങനെയുള്ള ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടാവാൻ വേണ്ടി എന്തെല്ലാം ആവശ്യം വരുന്നുവോ അതിനുവേണ്ടിയെല്ലാം മനക്കെടുക, അതിനുവേണ്ടിയെല്ലാം പാടുപെടുക, അതിലെല്ലാം നാം പങ്കുവഹിക്കുകയും ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ തഅമീറിന്റെ ഒരു ഭാഗം. എന്നാൽ തഅമീർ എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ ഭാഗത്തിൽപ്പെട്ടതാണ്. അറബി ഭാഷയിൽ പറഞ്ഞാൽ ഇക്തിഷാഫ് എന്നും ഇഖ്തിറാഇ എന്നൊക്കെ പറയും. ഇക്തശഫ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടുത്തം, പുതിയ പുതിയ ചിന്താഗതികളിൽ കൂടി, ചിന്താഗതി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഫാക്ടറികളിൽ കൂടി പുതിയ പുതിയ സാധനങ്ങൾ മനുഷ്യന്മാർക്ക് അനിവാര്യമായ അത്യാവശ്യമായ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതായ മാധ്യമങ്ങൾ പോലെ നിങ്ങളിപ്പോൾ ലോകത്തിന്റെ പല നാനാഭാഗത്തിലും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മലയാളി സുഹൃത്തുക്കൾ ഇരുന്നു കൊണ്ട്, ക്ലാസ് കേൾക്കുന്നവരുടെ വീട്ടിലിരുന്നു കൊണ്ടോ അവരുടെ കടയിലിരുന്നു കൊണ്ടോ അവരുടെ കാറിൽ ഇരുന്നു കൊണ്ടോ എവിടെ വെച്ചിട്ടും ഇവിടെ നിന്ന് ഇവൻ സംസാരിക്കുന്ന വളരെ അകലെ 1000-ഓ 2000-ഓ 3000-ഓ നാഴിക അകലെയുള്ളതായ ഈ വിശുദ്ധ മസ്ജിദുൻ നബവിയുടെ പരിസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു. അതുപോലെ എത്രയോ അത്ഭുതങ്ങൾ നാം പല ആധുനിക മാധ്യമങ്ങളിൽ കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇനിയും കാണാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ഇസ്ലാമീകരിക്കുകയും അതിനുവേണ്ടി നാം മനക്കെടുകയും അള്ളാഹു നമുക്ക് ചെയ്തതായ ഈ നിഅമത്തുകളെയെല്ലാം നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക എന്നതൊക്കെ തഅമീറിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യന്മാർക്ക് ഫലം കിട്ടുന്ന എന്തായിരുന്നാലും വിരോധമില്ല, മനുഷ്യന് നന്മ ലഭിക്കുന്ന എന്തായിരുന്നാലും വിരോധമില്ല. അതിനെയെല്ലാം ഇസ്ലാം പ്രേരിപ്പിക്കുന്നു, അതിനെല്ലാം ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നു, അതിലെല്ലാം ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. അത് നല്ല കാര്യമാണെങ്കിൽ, ഇസ്ലാം വിരോധിക്കാത്ത കാര്യമാണെങ്കിൽ, ഇസ്ലാമിന്റെ സവാബിത്ത് അതിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാവാത്തതാണെങ്കിൽ ഇസ്ലാം അതിനെ അനുവദിക്കുകയും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അതെ, അത് നാം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് നാം ഉപയോഗപ്രദമാക്കേണ്ടതും. പണ്ടൊക്കെ മസ്ജിദുൻ നബവി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓല കൊണ്ട് മേഞ്ഞതായ പള്ളി മാത്രമായിരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം വന്നപ്പോൾ ഇഷ്ടിക കൊണ്ട് പണിതതായ, സിമന്റ് കൊണ്ടൊക്കെ മിനുസപ്പെടുത്തി കൊണ്ട് പണിതതായ സുന്ദരമായ പള്ളിയായി മാറി. അതിലും പുരോഗതി പ്രാപിച്ചു. വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടമായപ്പോൾ, അങ്ങനെ ഓരോ കാലഘട്ടം വിട്ടുകടക്കുമ്പോൾ സാമ്പത്തികമായ ശേഷി മുസ്ലിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവര് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തെയും ഈ വിശുദ്ധ ആദർശത്തെയും ലോകവ്യാപകമാക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ അവർക്ക് ധാരാളം നാടുകൾ തുറന്നു കിട്ടുന്നു. അവിടെയെല്ലാം അവർക്ക് പള്ളികൾ സ്ഥാപിക്കാൻ, മദ്രസകൾ സ്ഥാപിക്കാൻ എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ആവശ്യമുള്ളതായ എല്ലാം സ്ഥാപിച്ചെടുക്കുവാനും അങ്ങനെ വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയും എല്ലാം വളർത്തിയെടുക്കുവാനുള്ളതായ ചുറ്റുപാട് അവർക്ക് ലഭിച്ചു. അങ്ങനെ ധാരാളം ഷെയ്ഖന്മാരും ഉസ്താദന്മാരും ഹദീസുകൾ ശേഖരിക്കാനുള്ളതായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരും അച്ചകെട്ടി ഇസ്ലാമിന്റെ ക്യാപിറ്റലുകളിൽ ഒരുങ്ങിയിരുന്നു. അവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക്, അറബ് രാഷ്ട്രങ്ങളിലേക്കും അല്ലാത്ത സ്ഥലങ്ങളിലേക്കും എവിടെയെല്ലാം ഹദീസ് ഉള്ളവർ, ഹദീസ് പഠിച്ചവർ, ഹദീസ് മനപ്പാഠമാക്കിയവരുണ്ടോ അവരെയെല്ലാം സന്ദർശിക്കാൻ വേണ്ടി അങ്ങുമിങ്ങും യാത്ര ചെയ്യാൻ വേണ്ടി അവരൊരുങ്ങുകയും മനക്കെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിലെല്ലാം ജീവിച്ചിരുന്നതായ ഇസ്ലാമിക ഭരണകൂടമായിരുന്ന മുസ്ലിം നേതാക്കളും ചേതാക്കളുമെല്ലാം നമ്മുടെ പണ്ഡിതന്മാരെ സഹായിക്കുകയും അവരോട് സഹകരിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതായി കാണാവുന്നതാണ്. അതൊക്കെ നമുക്ക് തെളിവാണ്. ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായ പുരോഗതികൾ, ആ പുരോഗതികളൊക്കെ ഇസ്ലാമീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ഇസ്ലാമീകരിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. അത് ഇസ്ലാം പ്രേരിപ്പിക്കുന്ന ഭാഗമാണ്. അതേ സമയത്ത് അതിന് നേരെ വിപരീതം ഫസാദ് എന്നത് അത് ഇസ്ലാം വളരെ വെറുക്കുന്ന, ഇസ്ലാം അങ്ങേയറ്റം എതിർക്കുന്ന ഒന്നാണ് ഫസാദ്, ഇഫ്സാദ് എന്നൊക്കെ പറഞ്ഞാൽ. അഥവാ മനുഷ്യന്മാരുടെ ഇടയിൽ കലാപമുണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, തട്ടിപ്പ് നടത്തുക, വെട്ടിപ്പ് നടത്തുക, അനാചാരം ചെയ്യുക, അക്രമം പ്രവർത്തിക്കുക എന്നീ കാര്യങ്ങളൊക്കെ അതിനുമുണ്ടായിരിക്കും കമ്പനികളും അതിനുമുണ്ടായിരിക്കും ഫാക്ടറികളും. നമുക്കറിയാവുന്നതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ നാം യൂറോപ്പ് രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് അറബികളെ തകർത്താൻ വേണ്ടി
അറബിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ നാടുകളിൽ ജീവിക്കുന്ന യുവാക്കളെയും യുവതികളെയും തകർത്താൻ വേണ്ടി അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഫാക്ടറികൾ നിർമ്മിക്കുന്നതായിട്ട് നാം കണ്ടു. എന്തിന്റെ ഫാക്ടറിയാണ്? ലഹരി പദാർത്ഥങ്ങൾ തയ്യാർ ചെയ്യുന്ന, അതിനെ ഇങ്ങോട്ട് കയറ്റി അയക്കാനുള്ളതായ കൃത്രിമ വഴികളും അവര് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ളതായ വിപത്തുകളും ഇഫ്സാദുകളും ഫസാദുകളും ലോകവ്യാപകമാണ് പണ്ട് തന്നെ. അത് ഒരിക്കലും ഇസ്ലാം അനുകൂലിക്കുന്നില്ല. അതിനെ ഇസ്ലാം ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രേരിപ്പിക്കുന്നില്ല. അതിനെ ഇസ്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത്. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയെ ഇസ്ലാഹ് നടത്തപ്പെട്ടതിന് ശേഷം ഭൂമിയെ നന്നാക്കി നല്ലവര് നന്നാക്കിയെടുത്ത ശേഷം നബിമാരെ നന്നാക്കിയതുപോലെ, അവർക്ക് ശേഷം സഹാബാക്കൾ നന്നാക്കിയെടുത്തതുപോലെ, അവർക്ക് ശേഷം താബിഈങ്ങൾ നന്നാക്കിയെടുത്തതുപോലെ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിഹീങ്ങൾ നാടുകളെ ജനങ്ങളെ നന്നാക്കിയെടുത്തതിനെ പിന്നെ ഫസാദാക്കുക എന്നത് മഹാ അപകടമാണ്. അത് നിങ്ങൾ അരുത് ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നുണ്ട്. ആ കാര്യം ഇന്ന് മദീനയിൽ വെച്ചിട്ട് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി ചർച്ച ചെയ്തപ്പോൾ സൂചിപ്പിക്കുകയുമുണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള ആ ഫസാദും ഇഫ്സാദും ഇസ്ലാം അങ്ങേയറ്റം എതിർക്കുന്ന ഭാഗമാണ്. അതിൽപ്പെട്ട് തന്നെയാണ് അൽ അസ്ലിഹത്തു ദമാർ ഷാമിൽ എന്ന് മക്ക ഇമാം സൂചിപ്പിച്ചതായ ഒന്നടങ്കം നശിപ്പിക്കുന്നതായ ആറ്റം ബോംബ്, അണുബോംബ് പോലത്തതായ ആയുധങ്ങൾ നിർമ്മിക്കുക, അതിനുവേണ്ടി കച്ചകെട്ടി പുറപ്പെടുക, അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുക. അതൊക്കെ ഇസ്ലാം ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇസ്ലാം ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്, ഇഫ്സാദ് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ, ഏത് മനുഷ്യനായിരുന്നാലും വിരോധമില്ല, അവന്റെ റൂഹിനെ അവന്റെ നഫ്സിനെ സംരക്ഷിക്കണം. ഒരു മനുഷ്യനെ വധിക്കുക എന്നത് ലോകത്തിലുള്ളവരെ സകലം വധിക്കുന്നതിനോട് തുല്യമാണ്. എന്നിരിക്കവേ ഒരു ബോംബ് കൊണ്ട് എത്രയോ ലക്ഷങ്ങളെ വധിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെയുള്ളതായ ആയുധങ്ങളൊക്കെ ഇസ്ലാം ഒരിക്കലും അനുകൂലിക്കുകയോ ഇസ്ലാം ഒരിക്കലും അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ ഫത്താഖ് എന്ന അറബി ഭാഷയിൽ പറയുന്ന ജനങ്ങളെ തകർത്തുന്ന തരിപ്പണമാക്കുന്ന ഏത് രൂപത്തിലുള്ളതായ ആയുധങ്ങളായിരുന്നാലും വിരോധമില്ല. അത് അണുബോംബെന്ന് മാത്രമല്ല, അല്ലാത്തതായ ഏത് രൂപത്തിലുള്ളതായ ആയുധങ്ങളായിരുന്നാലും അതൊക്കെ ഇസ്ലാം എതിർക്കുന്ന ഭാഗമാണ്. എന്ന് മാത്രമല്ല, കെമിക്കൽ വരെ അത് ഇസ്ലാം ഇഷ്ടപ്പെടാത്തതായ ഭാഗമാണ്. കെമിക്കൽ ഉപയോഗിക്കുന്നത് കാരണത്താൽ നമുക്കറിയാവുന്നതുപോലെ എത്ര നാശനഷ്ടങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചിലപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിലും പാനീയങ്ങളിലും എല്ലാം അത് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതിലൂടെ രോഗങ്ങൾ വ്യാപകമായി കൊണ്ട് ഇരിക്കുകയാണ് നാം കാണും പോലെ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തിലൂടെയാണ്? ഇഫ്സാദ് എന്ന ആ അള്ളാഹു വിരോധിച്ചതായ ആ മഹാനാശവും നഷ്ടവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി തീർക്കുന്നതായ ആ ഭാഗത്തെ മനുഷ്യന്മാര് പുരോഗതിയായി കണ്ടുപിടുത്തമായി മനസ്സിലാക്കി അതിന് പ്രേരണ നൽകി, അതിന് വ്യക്തികളും സമൂഹങ്ങളും മാത്രമല്ല രാഷ്ട്രങ്ങൾ വരെ കൂട്ടുനിന്ന് അത് വ്യാപകമാക്കി ജനങ്ങളെ വധിക്കുക, ജനങ്ങളെ നശിപ്പിക്കുക, നന്മയെ തകർത്തുക, നന്മ ചെയ്യുന്നവരെ തകർത്തുക, ഇതൊക്കെയാണ് അതിലൂടെ വരുന്നത്. അങ്ങനെയുള്ള തഹ്രീബ് എന്ന അറബി ഭാഷയിൽ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് ഇസ്ലാം ഇഷ്ടപ്പെടാത്തതായ ഭാഗമാണ്. അത് ഇസ്ലാം എതിർക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് അത്തരം ഇഫ്സാദിനെ മക്ക ഇമാമ് വളരെ കർശനമായ ഭാഷയിൽ എതിർക്കുകയും അതേസമയത്ത് അതിന്റെ നേരെ വിപരീതമാകുന്ന ഇസ്ലാഹിനെ അത് മദീന ഇമാമ് എന്ന് അത് നാം സ്ഥിരീകരിക്കുവാനും സ്ഥാപിക്കുവാനും വ്യാപകമാക്കുവാനും പാടുപെടേണ്ടതും പരിശ്രമിക്കേണ്ടതുമാണെന്ന് ഊന്നി പറയുകയും ചെയ്തതായ ഒന്നാണ് ഇന്ന് മക്ക മദീന ഖുതുബകളിലൂടെ. എന്നാൽ ഇസ്ലാം അതേ സമയത്ത് പുരോഗതിയെ ഒരിക്കലും എതിർക്കുന്നില്ല. നല്ല പുരോഗതിയായിരിക്കണം, മനുഷ്യന്മാർക്ക് നന്മ നൽകുന്ന പുരോഗതിയായിരിക്കണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനും ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിനും അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ലോകവ്യാപകമാക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ലോകവ്യാപകമാക്കാനും അനിവാര്യമായ അതിനുതകുന്ന രൂപത്തിലുള്ളതായ കണ്ടുപിടുത്തങ്ങൾ ഏതായിരുന്നാലും വിരോധമില്ല. അത്തരം കാര്യങ്ങൾ അത് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന, ഇസ്ലാം പ്രേരിപ്പിക്കുന്നതായ ഭാഗമാണ് എന്ന് മക്ക ഇമാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയത്ത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ വളരെ കർശനമായ ഭാഷയിൽ ഫസാദിനെ എതിർത്തതും അതുപോലെ തന്നെ തസ്കിയത്തുൻ നഫ്സിനെ സ്ഥാപിച്ചതൊക്കെ മക്ക ഇമാമ് വളരെ പരത്തി പറഞ്ഞതായ ഒരു വിഷയമാണ്. എന്നാൽ അതേ സമയത്ത് ഈ ഇഫ്സാദ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷം, നാം താമസിക്കുന്ന ചുറ്റുപാട്, അതൊക്കെ അത് തലവൂസ് അതിലൂടെ ഉണ്ടാകുന്നു. അതൊക്കെ മനുഷ്യന് താമസിക്കുവാനും മനുഷ്യന് ശ്വസിക്കാനും പറ്റുന്നതായ ഓക്സിജൻ നഷ്ടപ്പെടുന്നു. അതോടുകൂടി വടക്ക് ചുറ്റുപാടുണ്ടാകുന്നു, വടക്ക് അന്തരീക്ഷം ഉണ്ടാകുന്നു.
അവിടേക്ക് വായു ഉണ്ടാകുന്നു, അതിലൂടെ രോഗങ്ങൾ വ്യാപകമാകുന്നു. ഇതൊക്കെ ഇസ്ലാം ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളാണ്. അതിനൊക്കെ അറുതി വരുത്താൻ വേണ്ടിയാണ് ഇസ്ലാം ശാസിക്കുന്നതും ഇസ്ലാം കൽപ്പിക്കുന്നതും ഇസ്ലാം പ്രേരിപ്പിക്കുന്നതും. അതെ, മനുഷ്യന്റെ നഫ്സിനുള്ള തസ്കിയത്ത് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ സൂറത്തു ശംസിലുള്ളതായ ഏകദേശം 8ഓളം പ്രാവശ്യം വശംസി വദുഹാഹ എന്ന് പറഞ്ഞുകൊണ്ട് സത്യവചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതിന് ശേഷം പിന്നെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖദ് അഫ്ലഹ മൻ സക്കാഹ, വിജയിച്ചവൻ ആരാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനമായി ആ 8 പ്രാവശ്യം ഏകദേശം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു സത്യവചനം പറഞ്ഞതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം എന്താണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സത്യവചനങ്ങൾ ഉപയോഗിക്കുന്നത് പറയാൻ പോകുന്നതിനെ നാം ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പറയാൻ പോകുന്നത്? മനുഷ്യൻ അവന്റെ നഫ്സിനെ സംസ്കരിച്ചെടുത്തതായ മനുഷ്യൻ, പരിഷ്കരിപ്പിച്ചെടുത്തതായ മനുഷ്യൻ, നന്നാക്കിയെടുത്തതായ മനുഷ്യൻ, അവൻ വിജയിയാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് വിജയികളാവാൻ വേണ്ടി അനിവാര്യമാണ് നമ്മുടെ നഫ്സിന് തസ്കിയത്ത് നൽകുക. നമ്മുടെ നഫ്സിനെ അള്ളാഹുവിന്റെ കൽപ്പന കേട്ടുകഴിഞ്ഞാൽ അന്ധമായി അങ്ങനെ വിഴുങ്ങാൻ, അത് അനുസരിക്കാൻ, അത് അനുകരിക്കാൻ, അതിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നത് ഓർത്തുകൊണ്ട് അതിനെ ബഹുമാന സൂചകമായി അംഗീകരിച്ചത് സ്വീകരിക്കാനുള്ള സംതൃപ്തിയും മനോധൈര്യവും ഒരുക്കവും നമ്മളിൽ ഉണ്ടാവാൻ അനിവാര്യമാണ് തസ്കിയത്തുൻ നഫ്സ്. ആ തസ്കിയത്തുൻ നഫ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ വരെ പറയാറുള്ളതായ വാക്കാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വ മൗലാഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എന്റെ നഫ്സിന് നീ തഖ്വ നൽകണേ രക്ഷിതാവേ, തഖ്വയുള്ള നഫ്സാക്കി മാറ്റണേ രക്ഷിതാവേ. തഖ്വയുള്ള നഫ്സ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 152ഓളം തവണ ചർച്ച ചെയ്തതായ വിഷയമാണ് തഖ്വ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉമ്മത്തുകളോടും പണ്ട് തന്നെ വസിയത്ത് ചെയ്തതാണ്. വലഖദ് വസീനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. മുമ്പുള്ള സർവ്വ ഉമ്മത്തുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്തതാണ്. വഇയ്യാകും, നിങ്ങളോടും അല്ലയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, എന്താണ്? അനിത്തഖുല്ലാഹ്, അല്ലാഹുവിന്റെ വസിയത്താണ് അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക എന്നത്. അപ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന ആ തഖ്വ, ഏത് സമയത്തും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ അവൻ അറിയാതെ സ്വബഹ് നിസ്കാരത്തിന് ഉണരും, അവൻ അറിയാതെ നമസ്കാര സമയത്ത് പുരുഷനാണെങ്കിൽ പള്ളിയിലേക്ക് എത്തും, അവൻ അറിയാതെ അവന്റെ നഫ്സ് നിസ്കാരപ്പായയിലേക്ക് എത്തും, അവൻ വീട്ടിലാണെങ്കിൽ അഥവാ സ്ത്രീ ആണെങ്കിൽ ഉദാഹരണത്തിന്. അപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന അറിയാതെ അനുസരിച്ചു പോകും. അവനൊരു ആയുധം പോലെ വർക്ക് ചെയ്യും. അവന് ഹൃദയത്തിൽ സമാധാനം വരുന്നതല്ല അള്ളാഹിന്റെ കൽപ്പന, അള്ളാഹിന്റെ വിളി. ബാങ്ക് പോലത്തതായ അള്ളാഹുവിന്റെ വിളി കേൾക്കുന്ന സന്ദർഭത്തിൽ അവന് ഒതുങ്ങിയിരിക്കാൻ, വിശ്രമിക്കാൻ സാധിക്കുന്നതേ അല്ല തഖ്വ ഉള്ളവനാണെങ്കിൽ. അതുപോലെ തന്നെ തഖ്വ ഹൃദയത്തിൽ കയറിയ മനുഷ്യനാണെങ്കിൽ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് അവന് അറുപ്പും വെറുപ്പും ഉണ്ടാകും. അത് മാറ്റണമെന്ന നിർബന്ധം അവനുണ്ടാകും. അത് ചേഞ്ച് ചെയ്യണമെന്ന ലക്ഷ്യം അവന്റെ ജീവിത ലക്ഷ്യമായി മാറും. അത് മുത്തഖിയായ മനുഷ്യരുണ്ടാകുന്നതായ സ്വഭാവമാണ്. അങ്ങനെയുള്ള മുത്തഖിയാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ റസൂല് മുത്തഖീങ്ങളിൽ അന അത്ഖാകും ലില്ലാ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എന്റെ നഫ്സിന് നീ തഖ്വ നൽകണേ രക്ഷിതാവേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, അതിനെ നീ തസ്കിയത്ത് നൽകണം റബ്ബേ, സംസ്കരണം നൽകണം റബ്ബേ. അത് നീയാണ് ഏറ്റവും നന്നായിട്ട് സംസ്കരിക്കുന്നവൻ. അപ്പോൾ അള്ളാഹു സംസ്കരിക്കാൻ ഏറ്റെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയേണ്ടതില്ലല്ലോ അവൻ എത്ര നല്ല വിജയിയാണ് എന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിജയിയാവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് റസൂൽ കൂട്ടിച്ചേർക്കുന്നു, അൻത വലിയുഹാ മൗലാഹ, ഈ നഫ്സിന്റെ യജമാനൻ അത് നീയല്ലേ, അതിന്റെ ഉടമ, അതിന്റെ മൗല നീയല്ലേ റബ്ബേ എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന റസൂലിൽ നിന്നിട്ട് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഭാഗമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വഖൽബിൻ ലാ യഖ്ശഅ വനഫ്സിൻ ലാ തശ്ബഅ വഐനിൻ ലാ തദ്മഅ വദുആഇൻ ലാ യുസ്തജാബു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ
പ്രാർത്ഥനയിൽ പറയാറുണ്ടായിരുന്നു, അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഫലമില്ലാത്ത ഇൽമിനെ തൊട്ട്. നാം പലപ്പോഴും ക്ലാസ് കേൾക്കുന്നു. നാം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ ഞാൻ കേട്ട ഈ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് എന്നത് ചിന്തിക്കാറുണ്ടോ? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഒന്ന് മാറ്റി നോക്കേണ്ടത്. നാം തസ്കിയത്ത് നഫ്സ് ചെയ്തവനാണോ? നമ്മുടെ നഫ്സിന് തസ്കിയത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചോ എന്നത് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. ക്ലാസ് കേൾക്കുന്നവര് ഈ കേൾക്കുന്നതായ ക്ലാസ് എന്റെ അടുക്കൽ നിന്ന് മാത്രമല്ല, ആരിൽ നിന്നിട്ട് ഇൽമു കേട്ടാൽ, ആരിൽ നിന്നിട്ട് സത്യം കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ പിന്നിലാവാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തിയായി എന്നെ നീ മാറ്റരുതേ എന്ന് റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, എനിക്ക് ഫലം കിട്ടാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ നാം വല്ലതും ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞാൽ, ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് 10 ആയത്ത് സഹാബാക്കൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ആയത്ത് അവർ റസൂലുള്ളാഹിൽ നിന്നിട്ട് പഠിക്കണമെങ്കിൽ ആ 10 ആയത്ത് പഠിച്ചതോടുകൂടി ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗം അതിലുണ്ടെങ്കിൽ അത് പകർത്തിയിട്ട് മാത്രമേ അവർ റസൂൽ നിന്നിട്ട് പഠിക്കാറുണ്ടായിരുന്നു എന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നത്. അതുപോലെ തന്നെ വഖൽബിൽ ലാ യഖ്ശ, അല്ലാഹുവിനെ ഭയപ്പെടാത്തതായ ഹൃദയത്തെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ആദ്യം പറഞ്ഞത് എന്താണ്? ഇൽമ്, എങ്ങനെയുള്ള ഇൽമ്? ഫലപ്പെടാത്തതായ ഇൽമ്. അതുപോലെ തന്നെ ഹൃദയം, എങ്ങനെയുള്ള ഹൃദയം? അള്ളാഹിനെ ഭയപ്പെടാത്തതായ ഹൃദയം. അതിനെ തൊട്ടു ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന്. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഹൃദയം അത് ഗാഫിലീങ്ങളുടെ ഹൃദയമാണ്, അത് അശ്രദ്ധരുടെ ഹൃദയമാണ്. അശ്രദ്ധ മഹാമാരകമായ രോഗമാണ്. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അശ്രദ്ധയിൽ ജീവിക്കുന്നവരാണ് തെറ്റുകൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗമായിരിക്കും. അവർക്ക് അവരുടെ കണ്ണിനെ സൂക്ഷിക്കാൻ സാധിക്കൂല, കാതിനെ സൂക്ഷിക്കാൻ സാധിക്കൂല, നാവിനെ സൂക്ഷിക്കാൻ സാധിക്കൂല, ഹൃദയത്തെ സൂക്ഷിക്കാൻ സാധിക്കൂല. ശരീരത്തിന്റെ ഓരോ അവയവത്തെയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്വണക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. കാരണം അവർ ഗാഫിലീങ്ങളാണ്, കാരണം അവർ അശ്രദ്ധരാണ്. അപ്പോൾ അത് മാരകമായ രോഗമാണ്, ഹൃദയത്തിൽ തട്ടുന്ന രോഗം. അങ്ങനെയുള്ള രോഗം തട്ടിയതായ ഹൃദയമാക്കി എന്നെ നീ മാറ്റരുതേ റബ്ബേ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിനെ തൊട്ട് കാവല് ചോദിക്കുന്നു റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിറയാത്തതായ പള്ള, എത്ര തിന്നാലും പള്ള നിറയുകയില്ല, തിന്നുകൊണ്ടേയിരിക്കണം. ജീവിത ലക്ഷ്യം തന്നെ തിന്നലായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുവാനോ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അള്ളാഹുവിനെ കീഴ്വണങ്ങുവാനോ, അള്ളാഹുവിനോട് ഭക്തിയോട് കൂടി നമസ്കരിക്കാനോ അതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതേ സമയത്ത് അവൻ നമസ്കാര സമയം വരുമ്പോൾ ഈ പള്ളക്ക് വേണ്ടി ജീവിക്കുന്ന വിഭാഗം അവരുടെ ലക്ഷ്യം തന്നെ പള്ള നിറയലായതുകൊണ്ട് തന്നെ അവര് ഇബാദത്തിന് പരിഗണന നൽകിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തും, ചിലപ്പോൾ ഫർദ് നമസ്കാരം തന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ പൂജിക്കുന്നത് അവരുടെ പള്ളയെയാണ്, അള്ളാഹുനെയല്ല അവർ ആരാധിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ നിറയാത്ത പള്ളയുടെ ഉടമയാക്കി എന്നെ മാറ്റരുത് റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുആ ലാ യുസ്തജാബ്, ഞാൻ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാത്തതായ സൈസിലുള്ള പ്രാർത്ഥനയാക്കി എന്റെ പ്രാർത്ഥനയെ നീ മാറ്റരുതേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് നമ്മെ കേൾപ്പിച്ചുകൊണ്ടാണ്, അഥവാ സഹാബാക്കളെ കേൾപ്പിച്ചുകൊണ്ടാണ്. മഹാനായ സെയ്ദ് ഇബ്നു അർഖമാണ് റിപ്പോർട്ടകൻ. അദ്ദേഹം പറയുന്നു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ മഹാനായ സെയ്ദ് പറയുന്നു, ഇതാ നിങ്ങൾക്കും, മഹാനെ കേൾക്കുന്നവരോട് നിങ്ങൾക്കും ഞാൻ പഠിപ്പിച്ചു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രാർത്ഥനയെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓതി ഈ പ്രാർത്ഥന വായിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക? കേട്ട് കഴിഞ്ഞാൽ നടപ്പാക്കാത്തവരാണെങ്കിൽ, മനഃപ്പാടമാക്കാത്തവരാണെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ ഹുദൈഫി ഇന്ന് മദീനയിൽ ഇസ്ലാഹിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിനു മുമ്പായിട്ട് ഭൂമിയെ സൃഷ്ടിച്ചത്, അതിലുള്ളതായ ചരാചരങ്ങളെ സൃഷ്ടിച്ചത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ അനിവാര്യമായ സൂര്യനെ അള്ളാഹു സൃഷ്ടിച്ചു. സൂര്യനിലൂടെ നമുക്ക് അള്ളാഹുവിനെ നമസ്കരിക്കുവാനും ആരാധിക്കുവാനും അത് സഹായകമായി തീരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ചന്ദ്രനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ചന്ദ്രനിലൂടെ നാം നോമ്പ് പിടിക്കുന്നു. അതുപോലെ തന്നെ
ഹജ്ജ് ചെയ്യുന്നു, പല പല നമ്മുടെ ടൈം അറിയാൻ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും പോലെ നിങ്ങൾക്ക് അനിവാര്യമായ സൂര്യനെയും ചന്ദ്രനെയും ഇതിനെല്ലാം ഞാൻ സൃഷ്ടിച്ചു വെച്ചത് നിങ്ങൾക്ക് എന്നെ ആരാധിക്കാൻ അത് സഹായകമായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് ആ സകലം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന റബ്ബ് തന്നെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്. അപ്പോൾ നാം ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയല്ല, ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നാം ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, പരലോകത്തേക്ക് വേണ്ടിയുള്ള നീണ്ട വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നെന്നും ജീവിക്കാൻ പോകുന്ന ലോകം അത് പരലോകമാണ്. അങ്ങനെയുള്ള ലോകത്തിലേക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ലോകത്തിലേക്ക് ജീവിക്കുന്നതായ നമുക്ക് അനിവാര്യമായ വെള്ളവും ഓക്സിജനും ഹവയും എല്ലാം ഭക്ഷണവും പാനീയവും എല്ലാം റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലേക്ക് ഇറക്കി അത് സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. റബ്ബുൽ ഇസ്സത്ത് പറയുകയുണ്ടായി, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. നിങ്ങൾക്ക് ഭൂമി നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, നിങ്ങളുടെ കീഴിലാക്കി മാറ്റി, നിങ്ങളുടെ സൗകര്യാർത്ഥം അതിൽ നിങ്ങൾക്ക് കൃഷി ഉണ്ടാക്കുവാനും, അതിൽ നിങ്ങൾക്ക് വാഹനങ്ങളിലൂടെ ഓടുവാനും, അതിൽ നിങ്ങൾക്ക് പറക്കുവാനും, അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായ സർവ്വകാര്യങ്ങൾ അതിൽ ഞാൻ ചെയ്തു തന്നു. നിങ്ങൾ കീഴ്പ്പെടുത്തി ഈ ഭൂമിയെ. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ എല്ലാ വഴികളിൽ കൂടി, അതിന്റെ എല്ലാ റോഡുകളിൽ കൂടി, എവിടെയെല്ലാം അള്ളാഹുവിന്റെ റിസ്ഖുണ്ട്, അള്ളാഹു നമുക്ക് നൽകിയതായ ഭക്ഷണമുണ്ട്, പദാർത്ഥമുണ്ട്, എവിടെയെല്ലാം നമുക്ക് നന്മയുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഓടിച്ചാടി പ്രവർത്തിച്ച് അവിടെയെല്ലാം ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ ശേഖരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുക, പരിശ്രമിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കും പോലെ. എന്നാൽ അതോടൊപ്പം ഈ കൗനിനെ, ഈ ആകാശത്തെ, ഈ ഭൂമിയെ, ഈ നക്ഷത്രങ്ങളെ, ഈ ചന്ദ്രനെ, ഇതിനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് വെറുതെയല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയും നാം അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയുമാണ്. അപ്പോൾ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വെറുതെ വിട്ട് കളയുന്നതല്ല. ഇത് ഏതുപോലെ നമ്മെ വെറുതെ വിട്ടിട്ടില്ല. ഭൂമിയിൽ നാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ എല്ലാം അല്ലാഹു ഇവിടെ നമുക്ക് തന്നു. നമുക്ക് ശ്വാസം കഴിക്കാനുള്ള കഴിവ് വരെ അല്ലാഹുവിന്റെ മിൽക്കിലാണ്, അവൻ തന്നതാണ്, അവന്റെ നിഅമത്താണ്, അവന്റെ അനുഗ്രഹത്തിൽ നാം ഓരോ നിമിഷത്തിലും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിഅമത്തുകളെയെല്ലാം നമുക്ക് ചൊരിഞ്ഞു തന്ന റബ്ബ് നമ്മെ വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? ഒരർത്ഥമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഇവിടെ നാൽക്കാലികൾ ജീവിക്കും പോലെ ജീവിക്കാൻ വിട്ടതാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങുകയില്ല എന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത്? തെറ്റിദ്ധാരണ. അഫഹസിബ്തും, നിങ്ങൾ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, മലിക്കുൽ ഹഖ്, ഹഖായ മലിക്കായ രാജനായ റബ്ബിന്റെ സ്റ്റാൻഡേർഡിനോട് യോജിച്ചതേ അല്ല ഈ അത്ഭുത, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുത സൃഷ്ടിയായ ഈ ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ആകാശങ്ങളെ, ഭൂമിയെ, അതിലുള്ളതായ അത്ഭുതങ്ങളെ എല്ലാം നമുക്ക് നന്മകളെ, നിഅമത്തുകളെ, കൃഷികളെ എല്ലാം സൃഷ്ടിച്ചു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ ലക്ഷ്യമില്ലാതിരിക്കുക, അത് വെറുതെ സൃഷ്ടിക്കുക, അത് അല്ലാഹുവിന്റെ ആ സ്റ്റാൻഡേർഡിനോട് യോജിച്ചതേ അല്ല. അവൻ ഉയർന്നവനാണ്. തആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാഹു, അവൻ ഏകനാണ്, അവനല്ലാതെ വേറെ ആരാധ്യ വസ്തുവില്ല, അവനെയല്ലാതെ ആരാധിക്കാൻ പാടുള്ളതല്ല, അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല, അവന് വേണ്ടിയല്ല ജീവിക്കാൻ പാടുള്ളതല്ല, അവന് വേണ്ടിയല്ലാതെ മരിക്കാൻ പാടുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല. ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം, അല്ലാഹു മഹാനാണ്, അവൻ ഏകനാണ്, അവനെയില്ലാതെ ആരാധിക്കപ്പെടാനോ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാനോ പാടുള്ളതല്ല എന്ന് മാത്രമല്ല അവൻ കരീം, മാന്യനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മഹാ അർശിന്റെ ഉടമയാണ് എന്ന് അവൻ നമ്മോട് അവനെ പരിചയപ്പെടുത്തുകയാണ്, വിശേഷിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയും ആ ലക്ഷ്യം മനസ്സിലാക്കിയും കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുലേക്ക് ചെല്ലാൻ വേണ്ടിയും നമ്മെ പ്രേരിപ്പിക്കാനും നമ്മെ വിളിക്കാനും നമുക്കതിനു വേണ്ടി ചുറ്റുപാടുണ്ടാക്കി തരാനും നമുക്ക് മുമ്പിൽ തെളിവ് സ്ഥാപിച്ചു വെക്കാനും നമുക്ക് ഹുജ്ജത്ത് സ്ഥാപിക്കുവാനും, അഥവാ അള്ളാഹിന്റെ കോർട്ടിലേക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും അറിയുകയില്ല, ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും അറിയാൻ ചാൻസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈ മലർത്താതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
തആല ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്തരം കാര്യങ്ങളെ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുമ്പുള്ള മുർസലുകളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പത്തെ മക്ക ഖുതുബയിൽ ഖുതുബ വിശദീകരിച്ചപ്പോൾ ഇസ്ലാഹിനെ കുറിച്ച് പറഞ്ഞല്ലോ. എല്ലാ നബിമാരും ഇവിടെ ഭൂമിയിലേക്ക് വന്നത് ഇസ്ലാഹിന് വേണ്ടിയാണ്, അഥവാ ജനങ്ങൾ വെടക്കാക്കിയതായ അന്തരീക്ഷത്തെ നന്നാക്കാൻ വേണ്ടിയാണ്, നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ്. കുറെ മനക്കെട്ട് കാണും, കുറെ പ്രയാസപ്പെട്ട് കാണും, കുറെ കല്ലേറ് കൊണ്ട് കാണും, കുറെ പേര് അതിൽ, കുറെ നബിമാർ അതിൽ കൊല്ലപ്പെട്ട് കാണും. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇസ്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, നന്നാക്കിയെടുക്കാൻ. ബിംബാരാധകന്മാരാണെങ്കിൽ ആ നാട്ടിലുള്ളവർ അവരുടെ ബിംബാരാധയിൽ നിന്നിട്ട് അവരെ മോചിപ്പിച്ച് അവരെ ഏകദൈവ വിശ്വാസികളാക്കി മാറ്റാൻ, അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്നതായ ആ വിഭാഗമാണ് അവിടെ ജീവിക്കുന്നതെങ്കിൽ ഷിട്ടുകളോട് ഷിട്ടാവിനെ, മഹാനായ അർശനോടമയായ റബ്ബിനെ തുല്യപ്പെടുത്തുന്നതായ ആ മഹാ വൻ പാപത്തിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ആ നേതാക്കളായ നമ്മുടെ നബിമാർ, നമ്മുടെ മുമ്പന്മാരായ അമ്പിയാക്കന്മാര് പാടുപെട്ട് കാണും. അങ്ങനെ അവരവരുടെ നാട്ടിൽ ഇസ്ലാഹ് ചെയ്ത് കാണും. അങ്ങനെ ഇസ്ലാഹ് ചെയ്യുന്ന സന്ദർഭത്തിൽ താഅത്തുകൾ അവിടെ വ്യാപകമാക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരെ വാർത്തെടുക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നടപ്പാക്കാൻ, അവരുടെ ജീവിതത്തിൽ നടപ്പാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ തൗഹീദ് അവരുടെ മുമ്പിൽ സ്ഥാപിക്കാൻ, ശിർക്കാകുന്ന ധനസിനെ, അഴുക്കിനെ അതിനെ നിർമാർജനം ചെയ്യാൻ, അതൊക്കെയാണ് നബിമാര് പരിശ്രമിച്ചത്. അത് തന്നെയാണ് നമ്മുടെ നേതാവായ കണ്ണിലുണ്ണിയായ ഈ എന്റെ പരിസരത്തിൽ അന്തവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഇടം മുതൽ 23 കൊല്ലം മക്കയിലും മദീനയിലുമായി ജീവിച്ച സന്ദർഭത്തിൽ പരിശ്രമിച്ച പരിശ്രമവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ വദ്ഉഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ഇസ്ലാഹ് ചെയ്ത ശേഷം അല്ലാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹുവിൽ നിന്നിട്ട് പ്രീതി കാംക്ഷിച്ചുകൊണ്ടും. ഇന്ന റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഖരീബും മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരിലേക്ക് അടുത്തതാണ്. അപ്പോൾ മുഹ്സിനീങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾ ഈ കേട്ടതായ ജോലി. ആ ജോലി ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം വളരെ അടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അടുത്തവനാണ്. അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമുള്ള സന്ദർഭത്തിൽ അവരെ അള്ളാഹുവിന്റെ റഹ്മത്ത് പൊതിഞ്ഞുകൊണ്ടേയിരിക്കും. മാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ നാഥൻ ഒരിക്കലും ഒരു നാട്ടുകാരെ, ഒരു പട്ടണവാസികളെ നശിപ്പിച്ചിട്ടില്ല. അവർ പരാക്രമികളായത് കാരണത്താൽ വഅഹ്ലുഹാ മുസ്ലിഹൂൻ, അവരുടെ മധ്യേ ജനങ്ങളെ നന്നാക്കിയെടുക്കുന്നവരുണ്ടായ കാലത്തോളം. അപ്പോൾ ജനങ്ങളെ നന്നാക്കിയെടുക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, മുസ്ലിഹീങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കുവാനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ കട്ടി കുറയുവാനും, കൂട്ടമായിട്ട് പണ്ടുള്ളതായ ഉമ്മമുകളെ അള്ളാഹ് നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുന്നതായ നശീകരണത്തിൽ നിന്നിട്ട് നമുക്ക് മോചിക്കുവാനും സാധിക്കുന്നതായ ഒരു മഹാമാധ്യമമാണ് ഇസ്ലാഹ് എന്നതായ മാധ്യമം. ആ ഇസ്ലാഹ് അത് എത്ര കണ്ട് വ്യാപകമാകുന്നു, എത്ര കണ്ട് വ്യാപകമാക്കാൻ വേണ്ടി നാം പാടുപെടുന്നു, അത്ര കണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കുറയുന്നു, അത്ര കണ്ട് അള്ളാഹുവിന്റെ കോപവും ശാപവും കുറയുന്നു, അത്ര കണ്ട് അള്ളാഹുവിന്റെ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ങേയറ്റം അടുത്തതാണ് എന്ന് അള്ളയാണ് പറയുന്നത്. ആ അള്ളാഹുവിന്റെ റഹ്മത്ത് കോവിഡ് ഉയർന്നുകൊണ്ട് അതിന് പകരം അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങി, ശിഫ ഇറങ്ങി, നമ്മുടെ ഇടയിലുള്ളതായ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് നമുക്ക് മോചിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലുള്ളതായ ഇഫ്സാദിനെ, ഫസാദിനെ നന്നാക്കിയെടുക്കാൻ കച്ചകെട്ടി അതിന് ഒരുങ്ങേണ്ടതുണ്ട്. മുസ്ലിം നേതാക്കളും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ദായികളും മുസ്ലിം പ്രബോധകന്മാരും മുസ്ലിം പ്രവർത്തകന്മാരും മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഇതര മതസ്ഥരുടെ ഇടയിലും ഇസ്ലാഹ് ചെയ്യാൻ വേണ്ടി അവർ മനക്കെടേണ്ടതുണ്ട്. ഏറ്റവും വലിയ ഇസ്ലാഹ് അത് തൗഹീദ് സ്ഥാപിക്കലിലൂടെയാണ്, ഏകദൈവ വിശ്വാസം സ്ഥാപിക്കലിലൂടെയാണ്. ആകാശത്തിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സൃഷ്ടികൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് അള്ളാഹുവിനെ അനുസരിച്ചവരാവട്ടെ അനുസരിക്കാത്തവരാവട്ടെ ഓരോരുത്തരും ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുലേക്ക് കയറുന്നത് ഇപ്പോഴും എന്താണ്? ഇപ്പോൾ ഒരു സുഹൃത്ത് കേരളത്തിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ ഖബർ സന്ദർശിക്കുന്നതിന് പകരം ഖബറിനെ പൂജ നടത്തി, ഖബറാളികളോട് ചോദിച്ച്, ഖബറാളികളോട് കോവിഡ് മാറ്റാൻ വേണ്ടി ചോദിച്ച്, ഇപ്പോഴും അവർക്ക് നേർച്ചയാക്കി, ഇപ്പോഴും അള്ളാഹ്ക്ക് നേർച്ചയാക്കുന്നതിന് പകരം ഷിട്ടികൾക്ക് നേർച്ചയാക്കി, അള്ളാഹുവിനെ തരം താഴ്ത്തി, അള്ളാഹുവിനെ കാശിക്കുന്ന മുദ്രിക്കുന്ന ഷിട്ടികളോട് തുല്യപ്പെടുത്തുന്ന സ്വഭാവം ഒഴിവാക്കിയിട്ടില്ല ഞങ്ങളുടെ നാട്ടുകാരി എന്ന് ഒരു സുഹൃത്ത് ഇന്നലെ വരെ എന്നോട് വിളിച്ചു പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ഗതികേടിൽ നിന്നിട്ട്, ഇങ്ങനെയുള്ള വിടക്ക് അന്തരീക്ഷത്തിൽ നിന്നിട്ട് നാം രക്ഷപ്പെടാത്ത
കാലത്തോളം, എന്നിട്ട് ഇഫ്സാദിന് പകരം ഇസ്ലാഹ് ഇറങ്ങണം. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നന്നാക്കി എടുക്കുക എന്ന അന്തരീക്ഷം. അതിനുവേണ്ടി നാം കച്ചകെട്ടി പുറപ്പെടാത്ത കാലത്തോളം, ഒരുങ്ങാത്ത കാലത്തോളം, ഇസ്ലാഹ് വ്യാപകമാക്കാത്ത കാലത്തോളം അള്ളാഹുവിന്റെ കോപം തളരുന്നതല്ല. അള്ളാഹുവിന്റെ കോപം നമ്മൾ നിന്നിട്ട് ഉയരണമെങ്കിൽ, നമുക്ക് ഇറങ്ങിയതായ പരീക്ഷണം ദൂരപ്പെടേണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹിനെ പ്രീതിപ്പെടുത്തിയാലേ തീരൂ. കാരണം ഇത് അള്ളാഹുവിൽ നിന്നിട്ട് ഇറങ്ങിയതാണ്, അത് ഉയർത്തേണ്ടത് അള്ളാഹുവാണ്. ഷിട്ടികൾക്ക് സാധിക്കുന്നതല്ല, ഷിട്ടാവിനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഇതുവരെ പറഞ്ഞ മക്ക മദീന ഇമാമുകൾ സൂചിപ്പിച്ച, വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ അവരുടെ പ്രസംഗത്തെ പറഞ്ഞത്. അത്തരം കാര്യങ്ങളിൽ നിന്നിട്ട് നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്രമമായി നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കോവിഡ് പിടിച്ചിട്ട് മരണപ്പെട്ടവരും നമ്മുടെ പരിസരത്തിലും കുടുംബത്തിലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ടവരും ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൊറുക്കട്ടെ, അവർക്ക് മാഫി ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്രകാരം നമ്മുടെ വിഷയമാകുന്ന ഇസ്ലാഹ് എന്ന ആ ജനങ്ങളുടെ നന്മ പ്രചരിപ്പിക്കുക, നന്നാക്കി എടുക്കുക, ചുറ്റുപാടിനെ അന്തരീക്ഷത്തെ, വെടക്കായ അന്തരീക്ഷത്തെ നല്ല അന്തരീക്ഷമാക്കി മാറ്റുക. അതിനുവേണ്ടി ഒരുങ്ങാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ആത്മാർത്ഥതയും എല്ലാം നമുക്കേവർക്കും, ശബ്ദം കേൾക്കുന്നവർക്കും, ലോക മുസ്ലിം സുഹൃത്തുക്കൾക്കും, ലോക മുസ്ലിം നേതാക്കൾക്കും, പണ്ഡിതന്മാർക്കും, പ്രബോധകന്മാർക്കും, പ്രവർത്തകന്മാർക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവിക്കുവാൻ, അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കുവാൻ നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.